ഈ മൂന്ന് കാര്യങ്ങൾ അറിയാതെ CUT അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോകും. ഒന്ന്, റോങ് പേപ്പർ സെലക്ഷൻ. കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഓരോ യൂണിവേഴ്സിറ്റിയിലും റിക്വയർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്താണ് എന്ന് അറിയാതെ നമ്മൾ CUT അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് വന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന പേപ്പേഴ്സ് അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ റിജക്റ്റഡ് ആയി പോകും. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറിയാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല യൂണിവേഴ്സിറ്റികൾക്കും CUET ഉള്ളത് തന്നെയാണെങ്കിൽ പോലും അവരുടെയൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വ്യത്യസ്തമായിരിക്കും. ഇതറിയാതെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് റിജക്ഷൻ സംഭവിക്കാം. മൂന്നാമത്തെ കാര്യം, അനാവശ്യമായിട്ട് പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി 5 പേപ്പേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ അതന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 പേപ്പേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിനും കോളേജിനും റിക്വയർഡ് ആയിട്ടുള്ളത് എങ്കിൽ അത്രമാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അൺനെസസറി ആയിട്ടുള്ള ഒരു പേപ്പർ സെലക്ഷനിലേക്ക് പോയി 4-5 പേപ്പേഴ്സ് പഠിക്കേണ്ടി വരുന്ന ഒരു അധികമായ എഫേർട്ടും ഹാർഡ് വർക്കും ഇടേണ്ട യാതൊരു ആവശ്യവും CUET ആസ്പിറൻസിന് ഇല്ല. വളരെ സ്മാർട്ട് ആയിക്കൊണ്ട് ഒരു പക്ഷേ 2 പേപ്പേഴ്സ് സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് CUET പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ലഭിക്കും. സോ ഈ 3 കാര്യങ്ങൾ തെറ്റിക്കാതെ തന്നെ നിങ്ങൾ CUET അപ്ലൈ ചെയ്യുക, എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.